നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ PM കിസാൻ സമ്മാൻ നിധിയുടെ തുക കാത്തിരിക്കുന്ന കർഷകരായിട്ടുള്ള ആളുകളൊക്കെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, കേന്ദ്ര സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ ധനസഹായം തന്നെയാണ് PM കിസാൻ സമ്മാൻ നിധിയുടെ തുക എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കേരളത്തിലും കൈപ്പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. PM കിസാൻ സമ്മാൻ നിധിയുടെ തുക കൈപ്പറ്റുവാൻ നിങ്ങൾ അർഹരാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന രാജ്യത്തെ കർഷകരായ ആളുകൾക്ക് വേണ്ടി നമ്മുടെ കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകുന്ന ഒരു പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധിയുടെ തുക സഹായം. ഇത്തരത്തിൽ ഓരോ വർഷവും ഓരോ കർഷകർക്കും 2000 രൂപ വെച്ച് 4 തവണയും മൊത്തത്തിൽ 6000 രൂപയാണ് PM കിസാൻ സമ്മാൻ നിധിയുടെ തുകയായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു തുക കൈപ്പറ്റുന്ന എല്ലാവരും ആദ്യമായി അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇനി വരുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോകുന്നത്. വരുന്ന 23-ാം തീയതി കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ്. ആ ഒരു സമയത്ത് കർഷകരുടെ ഈ ഒരു തുക വിതരണത്തിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2000 രൂപ വീതം 4 തവണയായിട്ട് 6000 രൂപയാണ് നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ട് രീതിയിലായിരിക്കും ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുക. ഒന്നെങ്കിൽ ഇപ്പോൾ 2000 രൂപ വിതരണം ചെയ്യുന്നത് 3000 രൂപയാക്കി മാറ്റിക്കൊണ്ടോ, അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ 4 മാസത്തെ വിതരണം അത് 5 അല്ലെങ്കിൽ 6 ആക്കിക്കൊണ്ട് അങ്ങനെ ഒന്നിക്ക് 8000 രൂപ വർഷത്തിൽ വിതരണം ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ 10000 രൂപ വിതരണം ചെയ്യും എന്നുള്ള രീതിയിലേക്കാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു പദ്ധതിയെ കൊണ്ടുപോകുന്നത്. ഒരു തുകയ്ക്ക് വർധനമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ ബജറ്റിന് മുമ്പായിട്ടുള്ള വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നുള്ളൂ. ഇത് യാതൊരു രീതിയിലും കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കുകളല്ല. കേന്ദ്ര സർക്കാരിന്റെ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിവരങ്ങളും നമുക്ക് നിലവിൽ ലഭിച്ചിട്ടില്ല. 3-ാം തീയതി അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുപ്രധാനമായ ഒരു അറിയിപ്പ് ഉണ്ടാകുമെന്ന് തന്നെയാണ് 85% ഉറപ്പിക്കാവുന്ന കാര്യവുമാണ്. കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നമുക്കറിയുന്ന ഒരു കാര്യമാണ്, പരാജയമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ കനത്ത ഭൂരിപക്ഷ കുറവാണ് BJPക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളെയൊക്കെ അവരുടെ കൂടെ നിർത്തുക എന്നുള്ള ഉദ്ദേശത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള വർധനമൊക്കെ കൊണ്ടുവരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്, PM കിസാൻ സമ്മാൻ നിധിയിൽ നിലവിലുള്ള ആളുകൾക്ക് PM കിസാൻ സമ്മാൻ നിധിയുടെ ക്രെഡിറ്റ് കാർഡുകളും ഇനി മുതൽ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. കാലമായി കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള യാതൊരു രീതിയിലുള്ള സഹായമോ ബാങ്കുകൾ നൽകിയിട്ടുണ്ടായിരുന്നില്ല. കാരണം KCC വായ്പകൾ പോലുള്ള പദ്ധതികൾ, ഇത്തരത്തിൽ 3 ലക്ഷം രൂപ വരെയാണ് പരമാവധി KCC വായ്പയാക്കിയിട്ട് ഒരു കർഷകർക്ക് ലഭിക്കുക. 1,60,000 രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി യാതൊരു ഈടും നിങ്ങൾ നൽകേണ്ടതായിട്ടില്ല. 1% പലിശ നിരക്കിലാണ് ഈ ഒരു തുക ലഭിക്കുക. യഥാർത്ഥത്തിൽ 7%. 1% ഇതിൻ്റെ അകത്ത് കേന്ദ്ര സർക്കാർ സബ്സിഡിയായി നൽകുന്നത്. നിങ്ങൾക്ക് 1,60,000 രൂപയ്ക്ക് മുകളിലുള്ള ഒരു തുകയാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളുടെ ഭൂമിയുടെ നികുതി അടച്ച റെസീറ്റ് നിങ്ങൾ ബാങ്കിൽ നൽകേണ്ടി വരും. കാനറ ബാങ്ക്, SBI, യൂണിയൻ ബാങ്ക് എന്നീ ബാങ്കുകളൊക്കെ വഴി നിങ്ങൾക്ക് ഈ ഒരു ലോണിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. അവസാനമായി പറയുവാനുള്ള PM കിസാൻ സമ്മാൻ നിധിയുടെ 18ാമത്തെ ഗഡു വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. 2024 17ാമത്തെ ഗഡു വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി 18ാമത്തെ ഗഡുവാണ് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുവാൻ വേണ്ടി പോകുന്നത്. 17ാമത്തെ ഗഡു കൃത്യമായി വിതരണം ചെയ്ത് പൂർത്തിയാക്കിയ ഒരു കാര്യമാണ്. 18ാം ഗഡു വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിയിപ്പ് നമുക്ക് ലഭിച്ചാലുടൻ തന്നെ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അത്തരത്തിലുള്ള എല്ലാവിധ പെൻഷൻ വാർത്തകളും മറ്റു വാർത്തകളും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും എല്ലാവിധ വാർത്തകളും ആദ്യമായി തന്നെ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. പുതിയൊരു വാർത്താ വിശേഷവുമായി വീണ്ടും കാണാം.